ഇന്ത്യ പാക് അതിർത്തി അശാന്തം. അതിർത്തിയിൽ ഇന്നലെ രാത്രിയും പാക് പ്രകോപനമുണ്ടായി. അഖ്നൂർ സെക്ടറിൽ ഇന്നലെ അർദ്ധരാത്രി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഭാരതം ശക്തമായി തിരിച്ചടിച്ചു. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, ഒരു ഭീകരാക്രമണം ഉണ്ടായി, അതിൽ ഇന്ത്യയുടെ നിലപാട് എന്ത് എന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ പാകിസ്ഥാൻ. എന്നിട്ട് വീണ്ടും അതിർത്തിയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിന് എന്ന് വ്യക്തമല്ല. പക്ഷേ കൃത്യമായി തിരിച്ചടിക്കാൻ ഭാരതത്തിന് കഴിയുന്നുണ്ട്. ഇന്നലെ സംഭവിച്ചത് എന്താണ്? വീണ, 22-ാം തീയതി പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം പിന്നീട് എല്ലാ ദിവസവും ഏതാണ്ട് രാത്രികാലങ്ങളിൽ അതിർത്തിയിൽ വലിയ വെടിനിർത്തൽ കരാർ ഉണ്ടാവുകയാണ്. ഇന്നലെ രാത്രിയിലും അഖ്നൂർ സെക്ടറിൽ പാകിസ്ഥാന്റെ കരാർ ലംഘനം ഉണ്ടായി എന്നാണ് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുന്നത്. ഒപ്പം ബാരാമുല്ല, കുപ്വാര തുടങ്ങിയ ജമ്മു കശ്മീരിലെ പ്രദേശങ്ങൾക്ക് അപ്പുറത്തുള്ള, അതായത് നിയന്ത്രണ രേഖയിൽ ആ പ്രദേശങ്ങൾക്ക് അപ്പുറത്തായുള്ള പാകിസ്ഥാൻ ദേശത്ത് നിന്നും ഇവിടേക്ക് വെടിയുതിർക്കുന്നുണ്ടായിരുന്നു. രൂക്ഷമായ വെടിനിർത്തൽ കരാർ ലംഘനമാണ് ഇന്നലെ ഉണ്ടായത് എന്നാണ് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയത്. ശക്തമായ പ്രത്യാക്രമണം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നുമുണ്ടായി. പാകിസ്ഥാന്റെ ഈ സൈനിക ബങ്കറുകളും പോസ്റ്റുകളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യവും നൽകിയിരിക്കുന്നത്. ഇപ്പോൾ തുടർച്ചയായി രാത്രികാലങ്ങളിൽ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാവുകയാണ്. അതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ ഈ കരാറിൽ നിന്നും പിന്മാറുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുകയാണ്. എന്തായാലും ഒരു വലിയ സൈനിക നീക്കം ഉടനെ ഉണ്ട് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുന്നു. കാരണം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തീർച്ചയായും നയതന്ത്ര തലത്തിൽ മാത്രമല്ല സൈനിക തലത്തിലുമുള്ള തിരിച്ചടി അത് 100% കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകുകയാണ്. അതിനാൽ അതോടൊപ്പം ഈ വെടിനിർത്തൽ കരാറിൽ നിന്നും ഒരുപക്ഷെ പിന്മാറാനുള്ള സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നേരത്തെ തന്നെ സർക്കാർ ആരംഭിച്ചിരുന്നു. 2021 ഫെബ്രുവരി മാസം 25-നാണ് നിലവിലെ ഈ സീസ് ഫയറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. അതിനു മുൻപ് തുടർച്ചയായി പ്രകോപനം പാകിസ്ഥാൻ ഉണ്ടാക്കുകയും ഇന്ത്യ അതിന് തിരിച്ചടി നൽകുകയും ആകെ പ്രശ്നങ്ങളായ സാഹചര്യത്തിലാണ് 2021 ഫെബ്രുവരിയിൽ ഇത്തരം ഒരു കരാറിലേക്ക് എത്തിയത്. പക്ഷേ അതിനുശേഷം പിന്നീട് 3 വർഷക്കാലം പൊതുവെ ശാന്തമായിരുന്നു. എന്നാൽ ഈ പഹൽഗാമിന് ശേഷം ഇപ്പോൾ വീണ്ടും അതിർത്തി അശാന്തമാവുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് കരാറിൽ നിന്നും പിന്മാറുന്നതിനെ പറ്റിയും ഭാരതം ചിന്തിക്കുന്നത്. വീണ. ഓക്കെ, ശരി ഗൗതം. വീണ്ടും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു.